ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസിന് വിളമ്പാനായിട്ട് നല്ല കിഡിലൻ ടേസ്റ്റിൽ ഒരു മീൻ പെരട്ട് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ പകുതി അതുകൂടി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണ് കൊണ്ടൊക്കെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് യോജിച്ച് വരില്ല കേട്ടോ. അപ്പം കഴിയുന്നിടത്തോളം കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുക. ഇത് ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 അയില ഞാൻ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അയിലയുടെ തല ഞാൻ ചേർക്കുന്നത് എനിക്കിഷ്ടമായതിൻ്റെ പേരിലാണ് ഞാൻ ചേർക്കുന്നത്. തല ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അയല മീൻ കഷ്ണം മീൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അയല മീൻ വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിനി 1 മണിക്കൂർ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കുന്നത് കേട്ടോ. ഇനി ഒരു 6 വറ്റൽമുളക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഒരു 2 നുള്ള് മല്ലി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് വലിയ ജീരകം, അതായത് പെരുംജീരകം, അതുകൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ വലിയ ഉള്ളികളൊക്കെ ഞാൻ 2 പീസാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഉള്ളി ഈ ഒരു രീതിയിലായി വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ടങ്ങനെ വഴന്ന് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളിയും ഉള്ളിയും ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതും നമ്മൾ നേരത്തെ വറുത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. അയല മീനായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കഷ്ണം മീനാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങ് കോരി മാറ്റി. എന്നിട്ട് ആ വലുതായിട്ട് മീനിൻ്റെ ആ മസാലയുടെ പീസുകളൊക്കെ ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഇതിലേക്കിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മസാല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേർക്കരുത് കേട്ടോ. വേറെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മസാല ഒട്ടും കരിഞ്ഞിട്ടില്ല. വലിയ പീസുകളൊക്കെ ഇതിൽ കിടന്ന് കരിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി കൊടുത്തത്. ഇനി നമുക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സവോള ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ക്രിസ്മസിന് വിളമ്പാനായിട്ട് ഒരു അടിപൊളി വിഭവമാണിത്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ക്രിസ്മസ് നാളുകളിൽ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മീൻ മസാല പുരട്ടിയ സമയത്ത് ഉപ്പ് ചേർത്താണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം മസാലയുടെ. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകാതെ നോക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ഈ തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ കരിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇഞ്ചി ഇതൊക്കെ വഴറ്റി വന്ന സ്മെല്ല് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിഡിലം ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പുളി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം നാരങ്ങാനീര് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. കഷ്ണം മീനാണെങ്കിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടുന്നുണ്ടാവില്ല. ഇതിപ്പോൾ അയലയായതുകൊണ്ട് തന്നെ എങ്കിലും ഫ്രൈ ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെ പൊട്ടൂല പെട്ടെന്നെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് അരപ്പൊക്കെ ഇതിലേക്കൊന്ന് പൊതിഞ്ഞ് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത രീതിയിലേക്ക് മാറും. അങ്ങനെ വേണ്ട, നമുക്കിത് മീൻ പെരട്ടാണ്. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പെരണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു വിഭവത്തിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. എന്താ ഒരു സ്മെല്ലെന്നറിയോ, നല്ല കിടിലം മണമാണ് വരുന്നത്. അപ്പോൾ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ അല്ലേ. നല്ല അടിക്കട്ടിയുള്ളൊരു പാനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നന്നായിരിക്കും. ഇപ്പം നമ്മുടെ അടിപൊളി ക്രിസ്മസ് വിഭവമായ മീൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.